ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വന്നതിനോട് ചെയ്ത ചതിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. ഞാൻ കെട്ടിയ താലി ഞാൻ തന്നെ അഴിക്കാൻ പോവാ. എന്തായാലും നീ അവനിവിടെ പിടിച്ചു നിർത്താതെ വിട്ടില്ലേ? അവനിവിടെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്തുദ്ദേശം? മണ്ണാൻ കട്ട. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം തൊലച്ചിട്ട് കാര്യം അറിയണം പോലും. നല്ലൊരു ചാൻസ് ആയിരുന്നു. ബുദ്ധിയില്ലാത്ത ഇവളെയൊക്കെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. ചായ ചായ കുടിക്കേണ്ട ആള് പോയി. ഇത് അശോകേട്ടന് കൊടുക്ക. അങ്ങോട്ട് കൊടുക്ക, മോന്തിക്കോളും. മരക്കഴുത. അങ്ങനെ വിക്രമിന് മുന്നിൽ എന്നെ പ്രത്യക്ഷപ്പെടുത്തി ഞാൻ യഥാർത്ഥ വർഷയാണോ എന്ന് തെളിയിക്കാനുള്ള ശ്രമവും പൊളിഞ്ഞു. ദേവി, ഇനി എന്തെല്ലാം പരീക്ഷണങ്ങളാണോ കാത്തിരിക്കുന്നത്? പോകുന്നിടത്തോളം പോട്ടെ. വർഷയാണ് ഞാനെന്ന് തെളിഞ്ഞ അടുത്ത വഴി അപ്പോ നോക്കാം. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് നാവിട്ട് അലച്ചാലുണ്ടല്ലോ, ആ നാവ് ഞാൻ... ജഗ, ജയിലിലെ ദിവസങ്ങളുടെ ഭാരം മനസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല അല്ലേ? അതൊന്നുമല്ല. എന്തിനാ ജഗൻ ഒളിച്ചു വെക്കുന്നത്? ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള ജഗനല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ജഗനെ ഇങ്ങനെ ആക്കിയതിൽ എനിക്കും പങ്കുണ്ട്. ജഗൻ ജയിലിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ ഞാനും സ്വയം തീർത്തൊരു കാരാഗ്രഹത്തിലായിരുന്നു. വന്ദനേ, ഈ ജയിൽവാസം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കഠിനമാണ്. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതിന്റെ ശരിക്കും അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത് അതിനുള്ളിലാവുമ്പോഴാണ്. ജഗ, ഒരു സെല്ലിനുള്ളിൽ കിടക്കുമ്പോഴോ നല്ല ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴോ ഒന്നും അല്ല നമ്മൾ തളർന്നു പോകുന്നത്. അതുവരെ നമ്മൾ സ്വന്തം ഒന്ന് കരുതിയ പലതും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം ഉള്ളിലേക്ക് വരുമ്പോഴാണ് അത് സഹിക്കാൻ പറ്റില്ല. ഇന്നും എനിക്കറിയില്ല വന്ദനെ, എന്റെ കുഴപ്പം കൊണ്ടാണോ ആ രാജീവ് മേനോനും അമ്മയും മരിച്ചതെന്ന്. ഞാൻ നേരിട്ടൊന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ കൊല്ലാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. രണ്ടുപേരുടെ മരണത്തിനിടയൊക്കെ ആക്സിഡന്റ് ആണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുമായിരുന്നോ? ഈ ചിന്തകളെക്കാളൊക്കെ എന്റെ ഉറക്കം കെടുത്തിയത് എന്റെ വന്ദനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയായിരുന്നു. ഏത് കാരാഗ്രഹവാസവും ജഗൻ സഹിക്കും. പക്ഷേ വന്ദനയും ദേവമോളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനു വേണ്ടിയുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. വന്ദനയുടെ മനസ്സിൽ മരണപ്പെട്ട രാജീവ് മേനോന് എന്തുമാത്രം സ്ഥാനമുണ്ടെന്ന്. രാജീവ് മേനോൻ വന്ദനയെ ഭാര്യയാക്കാനും ദേവമോളുടെ അമ്മയാക്കാനും ആഗ്രഹിച്ചത്.
ഏറെക്കുറെ വന്ദനയും രാജുവിന്റെ ഭാര്യയാവാൻ സമ്മതിച്ചതാ. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ രാജുവുമായിട്ടുള്ള വിവാഹത്തിന് ഒരുങ്ങിയത്. വന്ദന ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം രാജീവ് സമ്മാനിക്കുന്ന ആ സുന്ദര നിമിഷത്തിലല്ലേ രാജീവിന്റെ ജീവനെടുക്കാൻ കാലം നിയോഗിച്ച നിമിത്തം പോലെ ഞാൻ മഴയത്ത് കാറിൽ വന്നതും ആ ആക്സിഡന്റ് ഉണ്ടായതും ആ ഹോസ്പിറ്റലിൽ വെച്ച് രാജീവും ശ്രീവിദ്യാമ്മയും മരണപ്പെട്ടതും. സത്യത്തിൽ കാർ ആക്സിഡന്റ് ആയ കഥ മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. നിസ്സാര പരുക്കളോടെ ആക്സിഡന്റിൽപ്പെട്ടവർ രക്ഷപ്പെട്ടു എന്നുള്ള കഥയും ഞാൻ കേട്ടു. ഏതാ സത്യം ഞാൻ അറിയാതെ പോയി. വന്ദനയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും എല്ലാം നിമിത്തമായിരുന്നു. നിന്റെ പുറകെ നടന്നത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. നീ പോലും അറിയാതെ കഴുത്തിൽ താലി കെട്ടിയത് ദൈവനിയോഗമായിരുന്നു. നീ എന്റെ ജീവിതത്തിൽ വന്നപ്പോ ഇതാണ് സ്വർഗമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ കുറ്റം ഏറ്റെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി വന്ദനയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം വളരെ ചെറുതാണെന്ന്. ഞാൻ വന്ദനയോട് കാണിച്ചത് വലിയ ചതിയ. വന്ദനയുടെ ഇഷ്ടവും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കാതെ വന്ദനയുടെ കഴുത്തിൽ താലി കിട്ടി. രാജീവ് മേനോന്റെ കൊലപാതകം ഞാനാണെന്ന് അറിഞ്ഞപ്പോ വന്ദന എനിക്കെതിരായി പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വന്ദനയുടെ മനസ്സിൽ രാജീവ് മേനോനോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ ആഴം. വന്ദന, ഞാൻ വന്ദനോട് ചെയ്ത ചതിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. ഞാൻ കെട്ടിയ താലി ഞാൻ തന്നെ അഴിക്കാൻ പോവാ. വന്ദന, മാനത്തെ കൊട്ടാരം